വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 8th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2 ആയിട്ടുള്ള പൽത്തെ റിശ്ത്തെ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹാച്ചി കി കഹാനി ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കഹാനിയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാവുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഹാച്ചി കി കഹാനിയാണ്. ഇതൊരു കഹാനി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹാച്ചി കി കഹാനി രചിച്ച രചയിതാവെന്ന് പറയുന്നത് ഗീത് ചതുർവേദിയാണ്. അപ്പോൾ ഇനി നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. ഹാച്ചി കി കഹാനി, ഹാച്ചിയുടെ കഥ. ഫസ്റ്റ് നോക്കിക്കേ. 1923 का समय, 1923 कालम। जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनओ को कुत्ते का एक पिल्ला मिलता है. ജപ്പാൻ की രാജധാനി, അതായത് ജപ്പാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്യോമേം സഡക് പർ, ടോക്യോയിൽ, അപ്പോൾ ജപ്പാൻ്റെ തലസ്ഥാനം ഏതാണ്? ടോക്യോ. ടോക്യോയിൽ എന്താണ്? സഡക് പർ ടഹ്ലത്തെ പ്രൊഫസർ യുഎൻഒക്കോ കുത്തേക്കായൊക്കെ പില്ല മിൽത്താഹെ. അപ്പോൾ എന്താ, ടോക്യോയിലെ റോഡിലൂടെ നടക്കുകയായിരുന്ന പ്രൊഫസർ യുഎൻഒക്ക് ഒരു കുട്ടി പട്ടിക്കുട്ടിയെ ലഭിക്കുന്നു. ടഹ്ലത്തെ എന്ന് പറഞ്ഞാൽ നടക്കുകയായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അക്കീത്ത നസ്ൽ കാ ഏക് ഷാൻദാർ പില്ല ജിസ്കെ ഗലെ പർ പട്ടാ ബന്ധാ ഹെ. അക്കീത്ത ഇനത്തിൽപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു പട്ടിക്കുഞ്ഞായിരുന്നു. അതിൻ്റെ കഴുത്തിലൊരു ഒരു പട്ട, അതായത് ഇപ്പോൾ കഴുത്തിലൊരു ബെൽറ്റ് പോലെ ഒരു സംഭവം ഇടുമല്ലോ പട്ടിക്കുട്ടിയൊക്കെ, അങ്ങനത്തെ ഒരു പട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. ഉസ് പർ ലിഖാ ഹെ ഹാച്ചി, അതിൽ ഹാച്ചി എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ജാപ്പാനി ഭാഷാമേം ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ ആട്ട്, അതായത് ജാപ്പനീസ് ഭാഷയിൽ ഹാച്ചിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ 8 എന്നാണ്. വഹ് അങ്ക് ജിസെ പൂരാ ജാപ്പാൻ ബഹുത് സൗഭാഗ്യശാലി മാൻതാ ഹെ. ഈ ഒരു 8 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയെ ജപ്പാനുള്ള മുഴുവനും ആൾക്കാരും വളരെ സൗഭാഗ്യമുള്ള അല്ലെങ്കിൽ ഭാഗ്യമായി കരുതുന്ന ഒരു അക്കമാണ് ഈ 8 എന്ന് പറയുന്നത്. ലേക്കിൻ പില്ല ഐസി മസ്ബൂർ ഹാലത്ത് മെയിം ധാക്കി ലഗെ ഭാഗ്യ കാ മാരാ ഹെ. എന്നാൽ ആ കുട്ടിപ്പട്ടി ഉണ്ടല്ലോ, വളരെ ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടാലൊരു ഭാഗ്യം കെട്ടവനാണെന്ന് തോന്നും. 8 എന്ന് പറയുന്ന സംഖ്യ ഭാഗ്യ നമ്പർ ആണെങ്കിലും ആ പേരിലുള്ള ഈ പട്ടിക്കുഞ്ഞിനെ കാണുമ്പോൾ അവനൊരു ഭാഗ്യമില്ലാത്ത ഒരു പട്ടിക്കുഞ്ഞായിട്ട് തോന്നും. പ്രൊഫസറിനെ തൈ കിയാക്കി മാം ഇസ് കുത്തേക്ക് മാലിക്കോ ഖോജൂങ്ക. അപ്പോൾ എന്ത് ചെയ്തു, ഈ പട്ടിയുടെ ഉടമസ്ഥനെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പ്രൊഫസർ തീരുമാനിച്ചു. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ്, ഖോജൂങ്ക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. തൈക്കിയ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. അപ്പോൾ പ്രൊഫസർ ഈ പട്ടിയുടെ ഉടമസ്ഥനെ കണ്ടുപിടിക്കും എന്ന് തീരുമാനിച്ചു. ജബ് തക് വഹ് നഹി മിലേഗ യഹ് മേരെ സാത്ത് ഹി രഹേഗ. ചിലപ്പോൾ അവനെ കിട്ടുന്നത് വരെ, ജബ് തക് വഹ് നഹി മിലേഗ, അവനെ കിട്ടുന്നത് വരെ ഇവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതായത് ആരാണ്? ആ ഉടമസ്ഥനെ കണ്ട് കിട്ടുന്നത് വരെ ഇവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഉസേ സാത്ത് ലേക്കർ വഹ് റോസ് ഉസ്കെ മാലിക് കോ ഖോജ്നെ നികൽത്തെ ലേക്കിൻ വഹ് കഹി നഹി മില. അവനെയും കൂട്ടി അദ്ദേഹം ദിവസവും രാവിലെ എന്ത് ചെയ്യും, അവൻ്റെ ഉടമസ്ഥനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുമായിരുന്നു. പക്ഷേ ആ ഉടമസ്ഥനെ എവിടെയും തന്നെ കണ്ടെത്തിയില്ല. റോസ് के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. അപ്പോൾ ദിവസവുമുള്ള ഈ ഒരു ഒരുമിച്ച് നടപ്പുള്ള രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരുമിച്ചുള്ള ഈ ഒരു നടപ്പ് കാരണം ഇരുവരും തമ്മിൽ, അതായത് ഈ പ്രൊഫസറും ഈ പട്ടിക്കുഞ്ഞും തമ്മിൽ വലിയൊരു അടുപ്പം ഉണ്ടാവുകയും ഹാച്ചി ഇപ്പോൾ അദ്ദേഹത്തെ, അതായത് ഈ പ്രൊഫസറിനെ തൻ്റെ സ്വന്തം യജമാനനായിട്ട് കരുതാൻ തുടങ്ങുകയും ചെയ്യുന്നു. പ്രൊഫസർ കി പത്നി കോ ശുരൂമേം ഹാച്ചി പസന്ദ് നഹി ആയ. പ്രൊഫസറുടെ ഭാര്യയ്ക്ക് തുടക്കത്തിൽ ഹാച്ചിയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശുരു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണ് കേട്ടോ.
പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ള ഒരർത്ഥമാണ്. അപ്പോൾ ഇവിടെ പസന്ത് നഹീമായ, ഇഷ്ടപ്പെട്ടില്ലായിരുന്നു തുടക്കത്തിലൊന്നും. ലേക്കിൻ उसकी सुंदरता और प्रोफेसर के प्रति उसके स्नेह ने उनका दिल पिघला दिया. പക്ഷേ എന്നാൽ അവൻ്റെ ആ ഒരു പട്ടിക്കുട്ടൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ പ്രൊഫസറോട് അവനുണ്ടായിരുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ മനസ്സതിനെ അലിയിപ്പിച്ചു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അവർക്ക് ഈ പട്ടിക്കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പേജ് നോക്കിയേ. സമയ ബീത്താ ഗയ. അങ്ങനെ എന്ത് ചെയ്തു, സമയം കടന്നുപോയി. ഉൻ ദോനോം കി ദോസ്തി ഗഹ്രി ഹോത്തി ഗയി. അവർ രണ്ടുപേരുടെയും സൗഹൃദം, രണ്ടുപേർക്കിടയിലുള്ള ഒരു സൗഹൃദവും എന്ത് ചെയ്തു, കൂടുതൽ ആഴമുള്ളതായി മാറി. ഗഹ്രി എന്ന് പറഞ്ഞാൽ ആഴമുള്ളത്, ദോസ്തി എന്ന് പറഞ്ഞാൽ അറിയാലോ സൗഹൃദം. प्रोफेसर सुबह ट्रेन पकड़कर दफ्तर जाते और शाम को लौटकर हाची के साथ खेलते. പ്രൊഫസർ എന്ത് ചെയ്യും, രാവിലെ, സുബഹ് എന്ന് വെച്ചാൽ രാവിലെ ട്രെയിൻ പിടിച്ച് ഓഫീസിലേക്ക് പോവുകയും, ട്രെയിൻ പക്കഡ്കർ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പിടിച്ച് പോവുകയും, അപ്പോൾ പ്രൊഫസർ രാവിലെ ട്രെയിൻ പിടിച്ച് പോവുകയും വൈകുന്നേരം തിരിച്ചെത്തി ഹാച്ചിയോടൊപ്പം കളിക്കുകയും ചെയ്യുമായിരുന്നു. ഏക് സുബഹ് ഹാച്ചി ബി പ്രൊഫസർ കെ പീച്ചെ പീച്ചെ ചൽത്താ ഹുവ സ്റ്റേഷൻ പहुंच गया. ഒരു ദിവസം രാവിലെ ഹാച്ചിയും പ്രൊഫസറിൻ്റെ പിന്നാലെ നടന്ന് സ്റ്റേഷനിലെത്തി. ഉൻകോ ബഹുത് അജീബ് ലഗ. അത് അദ്ദേഹത്തിന് വളരെ വിചിത്രമായി തോന്നി. അജീബ് എന്ന് വെച്ചാൽ വിചിത്രം. उन्होंने समझाना चाहा लेकिन हाची घर लौटने को राजी नहीं था. അദ്ദേഹം അവനെ മനസ്സിലാക്കാനായിട്ട് നോക്കി, പക്ഷെ ഹാച്ചി തിരിച്ചു പോകാൻ തയ്യാറായില്ല. आखिर प्रोफेसर खुद उसे घर तक छोड़कर आए और दफ्तर देर से गए. ഒടുവിൽ എന്ത് ചെയ്തു, പ്രൊഫസർ തന്നെ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, പ്രൊഫസർ തന്നെ എന്ത് ചെയ്തു, സ്വയം അവനെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കി. ഓഫീസിലേക്ക് വൈകിയാണ് പോയത്. ഓഫീസിൻ്റെ ഹിന്ദി ദഫ്തറാണ് കേട്ടോ. അപ്പോൾ വൈകിയാണ് പോയത്. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा है. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ. ഷാം കോ കാം സേ ലൗട്നെ കെ ബാദ്, വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം, ജബ് വേ ട്രെയിൻ സേ ഉതർക്കർ അപ്നെ സ്റ്റേഷൻ കെ ഫാട്ടക് സേ നികലെ, ട്രെയിനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി സ്റ്റേഷൻ്റെ ഗേറ്റിലൂടെ പുറത്തു വന്നപ്പോൾ, ഫാട്ടക് എന്ന് പറഞ്ഞാൽ ഗേറ്റ്. തോ ദേഖ ബാഹർ സഡക് പർ ഹാച്ചി ഉൻകാ ഇന്തസാർ കർ രഹാ ഹെ. പുറത്തെ റോഡിൽ ഹാച്ചി അദ്ദേഹത്തിനായി കാത്തു നിൽക്കുന്നു. അതാണ് അയാൾ കണ്ട കാഴ്ച. വഹ് ഉൻകെ സാത്ത് സാത്ത് പൈദൽ ഘർ ലൗട്ടെ. അവൻ എന്ത് ചെയ്തു, പ്രൊഫസറോടൊപ്പം വീട്ടിലേക്ക് നടന്ന് മടങ്ങി. ഫിർ തോ ഏക് റോസ് കാ സിൽസില ബൻ ഗയ. പിന്നീട് അതൊരു പതിവായി മാറി. ഇന്നും രാവിലെയും ഇതൊരു വൈകുന്നേരമൊക്കെ ഇതൊരു പതിവായിട്ട് മാറി. हर सुबह हाची प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले ही स्टेशन के बाहर बैठकर उनका इंतज़ार करने लगता. എല്ലാ ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസറെ സ്റ്റേഷൻ വരെ കൊണ്ടുവിടുകയും വൈകുന്നേരം അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ സ്റ്റേഷന് പുറത്തിരുന്ന് എന്ത് ചെയ്യും, കാത്തിരിക്കാനായിട്ട് തുടങ്ങും. ഇന്തസാർ എന്ന് വെച്ചാൽ കാത്തിരിക്കുക. സാത്ത് സാത്ത് ഖറാത്ത ഉച്ചലത്തെ പുൽക്കത്തെ. പിന്നീട് എന്ത് ചെയ്യും, സന്തോഷത്തോടെ ഇങ്ങനെ ഒരുമിച്ച് ചാടിക്കളിച്ചൊക്കെ അവർ എന്ത് ചെയ്യും, വീട്ടിലേക്ക് വരും. ഏക് ശ്യാം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഇന്തസാർ കർ രഹാ ഥ. ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷന് പുറത്തിരുന്ന് കാത്തിരിക്കുകയായിരുന്നു. ബഹുത് ദേർ ഹോ ഗയി ലേക്കിൻ പ്രൊഫസർ ലൗട്ട്കർ നഹീം ആയേ. എന്ത് ചെയ്തു, വളരെ വൈകിട്ടും എന്ത് ചെയ്തു, ബഹുത് ദേർ ഹോ ഗയി എന്ന് വെച്ചാൽ വളരെ വൈകി, എന്നിട്ട് എന്ത് ചെയ്തു, പ്രൊഫസർ തിരിച്ചെത്തിയിട്ടില്ല. രാത് ഹോ ഗയി, രാത്രിയായി. ബർഫ് ഗിർനെ ലഗി, മഞ്ഞ് വീഴാൻ തുടങ്ങി. ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ബർഫ് ഗിർനെ ലഗി വർണ്ണത്തോ പ്രൊഫസറായി. എന്നാലും പ്രൊഫസർ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ന ഹി ഹാച്ചി ഉസ് ജഹക് സേ ഹില. ഹാച്ചിയും ആ സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. കാരണം അവൻ്റെ പ്രൊഫസർ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, അവൻ അയാളെയും കാത്തിങ്ങനെ ഇരിക്കുവാണ്. ദർ അസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ ഥ. യഥാർത്ഥത്തിൽ, ദറസൽ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് പ്രൊഫസർ മരണപ്പെട്ടിരുന്നു. നിധൻ ഹോ ഗയ എന്ന് പറഞ്ഞാൽ മരണപ്പെടുക. അപ്പോൾ ഉന്നയും കഭി നഹീം ലൗട്ട്നാ ഥ.
എന്ത് ചെയ്തു, ഇനി അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല. ലേക്കിൻ ഹാച്ചി കോ എഹ് ബാത് കൈസെ പതാ ചൽ സക്തി ഥി, എന്നാൽ ഹാച്ചിക്ക് ഈ കാര്യം എങ്ങനെ അറിയാൻ കഴിയും? ഉസേ തോ ബസ് ഇത്നാ സമജ് ആയാ കി ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സെ ഉതർ കർ ഹർ റോസ് ഉസ്കെ പാസ് ലൗട്ട് ആതാ ഥാ, ആജ് നഹി ലൗട്ടാ ഥാ. എന്താണ്, തൻ്റെ കൂട്ടുകാരൻ ഈ സ്ഥലത്ത് ട്രെയിൻ വന്നിറങ്ങി ദിവസവും എൻ്റെ അടുക്കൽ തിരിച്ചെത്താറുണ്ടായിരുന്നു, ഇന്ന് തിരിച്ച് വന്നിട്ടില്ല എന്ന് മാത്രമേ അവന് മനസ്സിലായിട്ടുള്ളൂ. ഹോ സക്താ ഹെ തോടി ദേർ ബാദ് ആ ജായെ, ഒരു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ വന്നേക്കാം എന്നാണ് അവൻ്റെ മനസ്സിലുള്ളത്. ഇനി അടുത്ത പേജ് നോക്കി, അടുത്ത സെൻറ്റൻസ് നോക്കി. ദേർ രാത് പ്രൊഫസർ കെ പരിജൻ ഉസേ ज़बरन कर ले गए, लेकिन अगली सुबह हाची फिर उसी जगह आकर बैठ गया. എന്താ, രാത്രി ഏറെ വൈകി, ദേർ രാത്ത് എന്ന് പറഞ്ഞാൽ വൈകുക, രാത്രി ഏറെ വൈകി പ്രൊഫസറുടെ വീട്ടുകാർ, പരിജനം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബം, വീട്ടുകാർ അവനെ ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ജബരൻ ഖർലേ ഗൈ, ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ലേക്കിൻ എന്താണ്, അഗലി സുബഹ് ഹാച്ചി ഫിറൂസി ജഗഹ് ആക്കർ ബൈഠ് ഗയ, എന്താണ്, എന്നാൽ അടുത്ത ദിവസം രാവിലെ ഹാച്ചി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്ന് ഇരുന്നു. ഉസേ വിശ്വാസ് താ കി പ്രൊഫസർ റോസ് കി തരഹ് സ്റ്റേഷൻ കെ ഉസ് ദർവാസെ സെ നിക്കൽ കർ ആയെങ്കി, പ്രൊഫസർ എന്നത്തെയും പോലെ സ്റ്റേഷൻ്റെ ആ വാതിലിലൂടെ പുറത്തു വരുമെന്ന് അവന് വിശ്വാസമായിരുന്നു. ഉസ്സെ പ്യാർ കരേങ്കെ ഓർ ഫിർ വേ ദോനോ ഖേൽത്തെ ടഹൽത്തെ ഘർ ലൗട്ടേങ്കെ, എന്താണ്, പ്രൊഫസർ അവനെ സ്നേഹിക്കുകയും ശേഷം അവർ രണ്ടുപേരും ഖേൽത്തെ ടഹൽത്തെ, എന്താണ്, കളിച്ചും നടന്നും ഒക്കെ എന്ത് ചെയ്യും, വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇതൊക്കെ എന്താണ്, അവൻ്റെ വിശ്വാസമാണ്. വഹ് റോസ് സുബഹ് സ്റ്റേഷൻ കെ ബാഹർ ഉസി ജഗഹ് ബൈഠ് ജാത്ത ഓർ ദേർ രാത് ഘർ ലൗട്ടാത്ത, എന്താണ്, അവൻ എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷന് പുറത്ത് അതേ സ്ഥലത്ത് ഇരിക്കുകയും രാത്രി വൈകി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുമായിരുന്നു. കുച്ച് സമയ ബാദ് പ്രൊഫസർ കി പത്നി നെ മകാൻ ബേച്ച് ദിയ ഓർ ദൂസരെ ഷഹർ ചലി ഗൈ, എന്താണ്, കുറച്ച് നാളുകൾക്ക് ശേഷം പ്രൊഫസറുടെ ഭാര്യ വീട് വിൽക്കുകയും, മക്കാൻ ബേച്ച് കർ, അതായത് മക്കാൻ എന്ന് പറഞ്ഞാൽ വീട്, കെട്ടിടം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് എന്താണ്, വീട് വിൽക്കുകയും പിന്നെ എന്ത് ചെയ്തു, മറ്റൊരു നഗരത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. വഹ് അപ്നെ സാത്ത് ഹാച്ചി കോ ഭി ലേത്തി ഗൈ ഥി, എന്താണ്, അവൾ ഹാച്ചിയെയും കൂടെ കൊണ്ടുപോയിരുന്നു. ലേക്കിൻ ഹാച്ചി വഹാം സെ ഭാഗായ और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतज़ार करने लगा. പക്ഷേ ഹാച്ചി അവിടെ നിന്നും ഓടി വന്ന് സ്റ്റേഷന് പുറത്ത് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് വീണ്ടും ആരെ കാത്തിരിക്കാൻ തുടങ്ങി, പ്രൊഫസറിനെ കാത്തിരിക്കാനായിട്ട് തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹചാൻതേ ഥേ, സ്റ്റേഷന് ചുറ്റും, ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ അവനെ തിരിച്ചറിഞ്ഞിരുന്നു. അതായത് കുറേ നാളുകളിലെ ഈ ഒരു പ്രവൃത്തി ഇവൻ തുടരുവാണല്ലോ, അപ്പോൾ അവിടെയുള്ള പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ആരെ അറിയാം, ഹാച്ചിയെ നന്നായിട്ട് അറിയാം. വേ ലോഗ് ഹാച്ചിക്കോ ഖാന ഖിലാദേത്തെ, ആ ആളുകൾ എന്ത് ചെയ്തു, ഹാച്ചിക്ക് ഭക്ഷണം നൽകിയിരുന്നു. വഹ് ദിൻ ഫർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്ത, അവൻ മുഴുവൻ ദിവസവും സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ട്രെയിൻ ആത്തി തോ ഉച്ചക് ഉച്ചക്കർ അപ്നെ പ്രൊഫസർ കോ ഖോജ കർത്ത, ട്രെയിൻ വരുമ്പോഴെല്ലാം അവനിങ്ങനെ കുത്തി പൊങ്ങിയൊക്കെ എന്ത് ചെയ്യും, തൻ്റെ പ്രൊഫസറെ അന്വേഷിക്കുമായിരുന്നു. രാത് ഹോത്തി സിർ ചുക്കാക്കർ വഹ് യാർഡ് മേം സോനെ ചലാ ജാത്ത, രാത്രിയാകുമ്പോൾ അവൻ എന്ത് ചെയ്യും, തല താഴ്ത്തി യാർഡിലേക്ക്, അതായത് പുൽമേട്ടിലേക്ക് പോയി എന്ത് ചെയ്യും, ഉറങ്ങാനായിട്ട് പോകുമായിരുന്നു. നെക്സ്റ്റ് പേജ് നോക്കി. 1 സാൽ 2 സാൽ 3 സാൽ, എന്താണ്, 1 വർഷം 2 വർഷം 3 വർഷം. पूरे 9 साल और 9 महीने तक हाची टेक उसी जगह बैठ अपने प्रोफेसर का इंतज़ार करता रहा. എന്ത് ചെയ്തു, 1 2 3 വർഷം, അത് കഴിഞ്ഞ് എന്താണ്, കൃത്യം 9 വർഷവും 9 മാസവും ഹാച്ചി അതേ സ്ഥലത്തിരുന്ന് തൻ്റെ പ്രൊഫസറെ കാത്തിരുന്നു. സാലെന്ന് പറഞ്ഞാൽ വർഷം, മഹീനെ എന്ന് പറഞ്ഞാൽ മാസം, അതുപോലെ ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം. ജിസെ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ മേ ബിഠാക്കർ വിദാ കിയാ ഥാ, എന്താണ്, ഒരു രാവിലെ ട്രെയിൻ കയറ്റിവിട്ട പ്രൊഫസറെ, അതായത് എന്താണ്, 9 വർഷവും 9 മാസവും ഹാച്ചി അതേ സ്ഥലത്തിരുന്ന് എന്ത് ചെയ്തു,
ഈ ഒരു ദിവസം രാവിലെ ട്രെയിനിൽ കയറ്റിവിട്ട പ്രൊഫസറെ കാത്തിങ്ങനെ ഇരിക്കുവാണ്. എന്താണ്, അങ്ങനെ കയറ്റിവിട്ട ആളാണ് പ്രൊഫസർ. ലേക്കിൻ ജോ ഫിർ കഭി ലൗട്ട് കർ നഹി ആയ. എന്താണ്, അങ്ങനെ കയറ്റിവിട്ട ആളെ എന്താണ് തിരിച്ച് പിന്നെ അദ്ദേഹം ഒരിക്കലും തിരിച്ച് മടങ്ങി വന്നിട്ടില്ല. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാജി കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പട. എന്താണ്, സർദി തണുപ്പ്, ഗർമി ചൂട്, ബർസാത്ത് മഴ, ബർഫ് മഞ്ഞ്, ഇതൊന്നും എന്ത് ചെയ്തില്ല, ഹാച്ചിയെ ബാധിച്ചതേയില്ല. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह हाजी के साथ सड़क पर बैठकर रोती रहती. എന്ത് ചെയ്യും, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷമൊക്കെ എന്ത് ചെയ്യും, പ്രൊഫസറുടെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ കല്ലറയിൽ, ഖബ്ർ എന്ന് പറഞ്ഞാൽ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കാനായിട്ട് വരുമ്പോൾ അവൾ എന്ത് ചെയ്യും, ഹാച്ചിയോടൊപ്പം റോഡിലിരുന്ന് കരയുമായിരുന്നു. और शायद उस मूक जानवर के प्रेम സമർപ്പൺ വ പ്രതീക്ഷ പർ അചരജ് കർത്തി. ഒപ്പം എന്ത് ചെയ്യും, ആ മിണ്ടാപ്രാണിയുടെ സ്നേഹത്തെയും സമർപ്പണത്തെയും കാത്തിരിപ്പിനെയും ഒക്കെ ഓർത്ത് അവൾ എന്ത് ചെയ്യും, അത്ഭുതപ്പെട്ടിരിക്കും. എന്താണ് അചരജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അത്ഭുതപ്പെടുക. സമയക്കെ സാത്ത് ഹാച്ചി ബൂട്ട ഹോ ഗയ. കാലക്രമേണ എന്ത് ചെയ്യാൻ തുടങ്ങി, ഹാച്ചി വൃദ്ധനായി മാറി. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹി ചോട. എന്നാൽ അവൻ കാത്തിരിക്കുന്നത് നിർത്തിയിട്ടില്ല. 1935 में उसी जगह बैठे बैठे उसने दम തോड़ दिया. എന്താണ്, 1935 അതേ സ്ഥലത്തിരുന്ന് അവൻ എന്ത് ചെയ്തു, ജീവൻ വെടിഞ്ഞു. അതായത് അവൻ എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഉസ് സമയം ബർഫ് ഗിർ രഹി थी. ആ സമയത്ത് മഞ്ഞ് പെയ്യുകയായിരുന്നു. മരേ ഹുയെ ഹാച്ചി കി ഖുലി ആംഖോ കോ ജൈസെ അബ്ബി ഇന്ദസാർ ഥ. എന്താണ്, മരിച്ചു കിടന്ന ആ ഹാച്ചിയുടെ തുറന്ന കണ്ണുകൾക്ക് ഇപ്പോഴും കാത്തിരിപ്പ് തുടരുന്നത് പോലെ തോന്നി. ആ ടെക്സ്റ്റിൽ തന്നെ താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കോട്ട് പോലെ. അതായത് ഹാച്ചി കി സ്മൃതി മേം സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ. അങ്ങനെ എന്ത് ചെയ്തു, ഹാച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ സ്റ്റേഷന് പുറത്ത് അവൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഉള്ളതാണ് കേട്ടോ, അവിടെ ഇങ്ങനെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു കഥയാണ്. എന്താണ്, ഒരു മിണ്ടാപ്രാണിയായിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയുടെ അല്ലേ, അവൻ്റെ ആ യജമാനനോടുള്ള ആ സ്നേഹവും കരുതലും ഒക്കെ എത്രത്തോളം ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഈ 9 വർഷം അവനിങ്ങനെ കാത്തിരിക്കും. അപ്പോൾ നല്ലൊരു കഥയാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.